കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹോസ്റ്റലിൽ റൂം കിട്ടാതെ സുധീഷും നിധിയും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. ജീപ്പിൽ നിറങ്ങി വരുമ്പോൾ സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്, നമ്മൾ ഹോസ്റ്റലിൽ നോക്കാൻ പോയ കാര്യം ആരോടും പറയണ്ട. സുഭാഷേട്ടന് മാത്രമേ നമ്മുടെ കാര്യം അറിയൂ. ഹരീഷിനും നികേഷിനും അറിയില്ല. പ്രത്യേകിച്ച് നികേഷ് അറിഞ്ഞാൽ അവനത് വലിയ സങ്കടമാവും എന്ന് സുധീഷ് പറയുമ്പോൾ, നാളെ ഞാൻ പോകുമ്പോൾ അവരറിയില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതറിയുമ്പോൾ അറിയട്ടെ, വെറുതെ നേരത്തെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ? എടോ, ഇയാള് പോകുമ്പോൾ എല്ലാരും കാര്യം അറിയല്ലോ. അതുപോരെ, ഇതിപ്പോ അവര് സത്യമറിഞ്ഞ ഇയാളുടെ മുമ്പിൽ ഞാനൊരു കള്ളനായി നിൽക്കേണ്ടി വരില്ലേ? ഇയാൾ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പ്ലീസ് എനിക്ക് വേണ്ടിയൊന്ന് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി അത് സമ്മതിക്കുന്നുണ്ട്. സുധീഷ് നിധിയെ കൊണ്ട് ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങിയതും ഒരു കാറിന്റെ ഹോണടി കേൾക്കുന്നുണ്ട്. അവർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വല്യച്ഛൻ പോലീസുകാരെയും കൊണ്ട് അതിന്നിറങ്ങി. ആ സാറേ, പ്രതി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് സുധീഷിനെ ചൂണ്ടിക്കൊണ്ട്, സാർ ഇവന്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ എവിടെയെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ, കാര്യം എന്താ സാറേന്ന് സുധീഷും. കാര്യം എന്താണെന്നോ, നിന്റെ അച്ഛനെ എന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചു. എന്റെ ജീവൻ ആപത്തുണ്ടെന്നുള്ള പരാതിയിലാ പോലീസ് വന്നിരിക്കുന്നത്. വല്യച്ഛൻ പറയുമ്പോ, നിന്റെ അച്ഛന്റെ പേരെന്താണെന്ന് പോലീസുകാരനും. ഭാസ്കരനാണെന്ന് സുധീഷ് പറയുമ്പോ പോലീസ് അകത്തേക്ക് ഭാസ്കരാന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. അടുക്കളയിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയെന്ന ഭാസ്കരൻ അത് കേട്ട് ഹൂ ഈസ് ദിസ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നുണ്ട്. പോലീസുകാരൻ വീണ്ടും വിളിക്കുമ്പോഴേക്കും സുഭാഷും നികേഷും പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. സുഭാഷ് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, താനാണോ ഭാസ്കരൻ എന്ന് പോലീസും. അല്ല, എന്റെ അച്ഛനാ. അവൻ പറയുമ്പോ, താൻ അവനെ വിളിക്കണമെന്ന് പോലീസുകാരനും. ഓ, ഞാൻ എത്തിയേ എന്ന് ഭാസ്കരൻ വിളിച്ചു പറയുമ്പോഴേക്കും, ഡാ എന്ത് പറ്റിയിടാന്ന് സുധീഷ് ഹരീഷിനോട് രഹസ്യമായി ചോദിക്കുന്നുണ്ട്. സ്ഥിരം പരിപാടി തന്നെ. രാവിലെ വല്യച്ഛൻ വന്ന് അങ്ങേരുടെ സ്ഥലത്ത് പന്തലിട്ടെന്ന് പറഞ്ഞ് വഴക്കിട്ടോ, നമ്മുടെ ആളെ പിടിച്ച് തള്ളി താഴെ ഇട്ടോ. അതാ തലയിൽ ഈ പാടെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ദൈവമേ, ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ വേണോ ഇതെല്ലാം എന്ന് സുധീഷ് ടെൻഷനോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി ഭാസ്കരൻ വരുന്നുണ്ട്. ഇയാളാണോ ഭാസ്കരൻ എന്ന് പോലീസ് ചോദിക്കുമ്പോ, അതല്ലേ വിളി കേട്ടപ്പോ ഞാൻ വന്നതെന്ന് ഭാസ്കരനും. ഗംഗാധരനെ ചൂണ്ടിക്കൊണ്ട്, ഇയാള് നിങ്ങളുടെ ചേട്ടനാണോ എന്ന് പോലീസ് ചോദിക്കുമ്പോ, ഇവനോ എന്ന് ഭാസ്കരനും. അപ്പോഴേക്കും ഭാസ്കരനും പറയുന്നുണ്ട്, സാറേ എനിക്ക് ശേഷം എന്റെ അമ്മയ്ക്ക് ജനിച്ചെന്ന് കരുതി അനിയനാവോ? പെറ്റു വീണപ്പോ തല തിരിഞ്ഞതാ സാറേ, കള്ളൻ, നുണയൻ എന്നൊക്കെ പറയുമ്പോ, ഇയാള് ലോകത്തിലെ ഏറ്റവും വലിയ സത്യവാനാണല്ലോ, ഒന്ന് പോടാ എന്ന് ഭാസ്കരനും. എടോ നിർത്ത്, ഞങ്ങളുടെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കല്ലേ. സിഐക്ക് ഇയാളെ ഒന്ന് കാണണം, വന്ന് വണ്ടിയിൽ കയറുന്ന പോലീസ് പറയുന്നുണ്ട്. അയ്യോ സാർ, പോലീസ് സ്റ്റേഷനിലൊന്നും പോണ്ട സാർ, ഇത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. തമ്മില് ഒന്നും രണ്ടും പറഞ്ഞപ്പോ കൈ കൊണ്ട് അറിയാതെ തെന്നി വീണതാ എന്ന് സുഭാഷ് പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും ഭാസ്കരൻ അതിനെ എതിർത്തോണ്ട്, നുണ പറയുന്നോടാ, അതും പോലീസുകാരോട് എന്നവനോടായി ചോദിച്ച്, സാറേ അറിയാതെ വീണതൊന്നുമല്ല, ഞാൻ വേണമെന്ന് വിചാരിച്ചു തന്നെയാ വീണത്. പക്ഷേ ചത്തിട്ടൊന്നുമില്ലല്ലോ. ശിവന്റെ അമ്പലത്തിൽ നടതള്ളിയ കാളക്കുട്ടനെ പോലെ മുക്രിയിടുന്ന കണ്ടില്ലേ? തള്ളിയത് കുറച്ച് സോഫ്റ്റ് ആയിപ്പോയി. കുറച്ചുകൂടി ആഞ്ഞു തള്ളിയിരുന്നെങ്കിലേ തല പൊട്ടി അങ്ങ് തീർന്നു പോയനെ. എംബോക്കി, ഭൂമിക്ക് ഭാരമായി നടക്കുന്ന താനൊക്കെ ചത്താലേ എനിക്ക് സന്തോഷാടോന്ന് ഭാസ്കരൻ ഗംഗാധരനോടായി പറയുന്നുണ്ട്. കണ്ടില്ലേ സാറേ, സാറിന്റെ മുമ്പിൽ വെച്ച് പറയുന്ന കണ്ടില്ലേ? ഇയാൾ എന്റെ ജീവനെ ആപത്താ സാറേ, ഇയാളെ പിടിച്ചകത്തിടണം, എന്റെ ജീവന് സംരക്ഷണം വേണം എന്ന് ഗംഗാധരൻ പോലീസിനോടായി പറയുമ്പോഴേക്കും, ഓ എന്റെ പൊന്നേ, താനാണല്ലോ ഇവിടുത്തെ കോടതി, പറഞ്ഞ ഉടനെ എനിക്ക് ജീവപര്യന്തം അടിച്ചു തരാൻ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ പോലീസുകാരനും അയാളെ തടഞ്ഞോണ്ട്, ഡോ നിർത്തടോ, കുറെ നേരമായല്ലോ താൻ കിടന്ന് നാവാടുന്നു, ചെന്ന് വണ്ടി കയറടോ എന്ന് ഭാസ്കരനോടായി പറയുമ്പോ, സാറേ ഇത് ചേട്ടനും അനിയനും തമ്മിലുള്ള ചെറിയൊരു വഴക്കാണ് സാർ, ചെറിയൊരു കുടുംബ പ്രശ്നം, ഞങ്ങളത് പറഞ്ഞു തീർത്തോളാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. കുടുംബ പ്രശ്നോ? അല്ല, നിന്റെ അച്ഛൻ എനിക്ക് ആരുമല്ലല്ലോ എന്ന് ഗംഗാധരൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ, അയ്യോ അങ്ങനെ പറയല്ലേ എന്റെ കൂടപ്പിറപ്പേ, എന്നെ തട്ടിക്കളഞ്ഞിട്ട് വേണം അനിയൻ ചേട്ടനെ കൊന്നു എന്നുള്ള വാർത്ത എനിക്ക് പത്രത്തിൽ അച്ചടിച്ചു കാണാൻ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും നിധി സംശയത്തോടെ സുധീഷിനെ നോക്കുന്നുണ്ട്. നോക്കണം സാറേ, ഭീഷണി നോക്കണം സാറേ എന്ന് ഗംഗാധരൻ പോലീസുകാരനോടായി പറയുമ്പോഴേക്കും, ഒരു തമാശ പോലും മനസ്സിലാവത്തില്ല സാറേ, അൾട്രാ നോൺസെൻസ്, അമ്പരവിഡ്ഢി എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും, തന്നോട് ചെന്ന് വണ്ടി കയറാനല്ലേ പറഞ്ഞു എന്ന് പോലീസുകാരനും. ഓ ആവാം സാർ, ഈ കിടക്കുന്ന വണ്ടിയല്ലേ, ഞാൻ റെഡിയാ എന്ന് ഭാസ്കരൻ പറയുമ്പോ, അയ്യോ സാർ വേണ്ട സാർ എന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങോട്ട് എത്തുന്നുണ്ട്. പിച്ചക്കാരനെ പോലെ നിന്ന് ഇങ്ങനെ ഇരക്കല്ലേടാ, പോലീസ് സ്റ്റേഷൻ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ, കമോൺ സാർ എന്ന് പറഞ്ഞ് ഗംഗാധരന്റെ തോളിൽ പിടിച്ചമർത്തിക്കൊണ്ട്, പോയിട്ട് വരാം കൂടപ്പിറപ്പേ എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും വേദന കൊണ്ട് പുളഞ്ഞ ഗംഗാധരൻ, സാറേ കണ്ടോ എന്ന് ഗംഗാധരൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യേ, ഒന്ന് തൊട്ടതിനാണോ താനിങ്ങനെ കാറുന്നേ? കാര്യം ചെയ്യേ, ഒന്ന് കറങ്ങി ആ കല്ലിൽ ചെന്ന് തലയിടിച്ച് വീണിട്ടെ അത് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞ് കേസ് കൊട്, പോയിട്ടേ ഞാൻ ഇങ്ങ് വരൂ
എന്നിട്ട് പിന്നൊരു പോക്കുണ്ട്. കയ്യിൽ വിലങ്ങൊക്കെ ഇട്ട് അന്തസ്സായിട്ട്. ആ സമയത്ത് ലളിതയില്ലേ, നമ്മുടെ അനിയത്തി, അവള് തന്റെ ശവത്തിന്റെ തലയ്ക്കടുത്തിരുന്ന് നെഞ്ചത്തടിച്ച് കരയായിരിക്കും എന്ന് ഭാസ്കരൻ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും, സാറേ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു സാറേ എന്ന് ഗംഗാധരൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഒന്ന് മിണ്ടാതിരിക്കടോ എന്ന് പോലീസുകാരനും ഗംഗാധരനോടായി പറയുമ്പോഴേക്കും, തടിയേ ഉള്ളൂ സാറേ, ധൈര്യമില്ല, ഇനി പേടിത്തൊണ്ടനെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും, താൻ വന്ന് വണ്ടി കയറുന്ന പോലീസും. അവർ ഭാസ്കരനെയും കൊണ്ട് പോകുമ്പോഴേക്കും, എന്നോടാ കളി എന്ന് പറഞ്ഞ് ഗംഗാധരനും അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. ഭാസ്കരനെ പിടിച്ചുകൊണ്ടുപോയതിന്റെ ടെൻഷനിൽ നിധി നിൽക്കുമ്പോഴേക്കും, വാ സുഭാഷേട്ടാ കഴിക്കാമെന്ന് പറഞ്ഞ് നികേഷ് അകത്തോട്ടും ചന്തുവിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷ് പുറത്തോട്ടും പോകുന്നുണ്ട്. ഇതെന്താ ഇത് എന്ന് നിധി സംശയത്തോടെ സുധീഷിനോടായി ചോദിക്കുമ്പോഴേക്കും, എന്തെന്ന് സുധീഷും, നിങ്ങളുടെ അച്ഛനെയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തത്, എന്നിട്ട് എന്താ എല്ലാരും ഇങ്ങനെ എന്ന് നിധി ചോദിക്കുമ്പോ അത് കേട്ടോണ്ട് നിന്ന സുഭാഷം, അത് വേറൊന്നുമില്ല, അവരെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതാ, അവര് വിട്ടോളുമെന്ന് സുഭാഷം നിസ്സാരമായി പറയുന്നുണ്ട്. നിധി അങ്കലാപ്പോടെ സുധീഷിനെ നോക്കുമ്പോഴേക്കും, അത് പ്രശ്നമൊന്നുമില്ലെന്ന് സുധീഷും. അതെ, മോൾ ഉള്ളിലേക്ക് വാ, സുധീഷെ കൂട്ടിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും, ദേ പേടിക്കാനൊന്നുമില്ല, താൻ വാ എന്ന് പറഞ്ഞ് സുധീഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് ഡൈനിങ് ഹാളിലിരുന്ന് എല്ലാവരും അത്താഴം കഴിക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് എത്തുന്നുണ്ട്. നിധിയെ സുഭാഷ് അങ്ങോട്ട് വിളിച്ചോണ്ട് അവരോട് ചെയർ എടുത്തു കൊണ്ടുവരാനായി പറയുമ്പോഴേക്കും, ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷ് എണീക്കാൻ തുടങ്ങുമ്പോഴേക്കും, വേണ്ട വേണ്ട ഞാൻ താഴെ ഇരുന്നോളാം എന്നും പറഞ്ഞ് നിധിയും തറയിലേക്ക് ഇരിക്കുന്നുണ്ട്. സുഭാഷ് വിളമ്പിയ ചോറും കറിയും സുധീഷ് അവൾ കൈ കൊടുക്കുമ്പോഴേക്കും, അത് പുതിയ പ്ലേറ്റാ, ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് നികേഷ് പറയുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കുമ്പോഴേക്കും നിധി ആ പ്ലേറ്റും പിടിച്ച് ഒരേ ഇരിപ്പിരിക്കണം കണ്ട്, മോൾ എന്താ കഴിക്കാത്തെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അല്ല, എല്ലാരും എന്താ ഇങ്ങനെ കാഷ്വലായിട്ടിരിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ, കാഷ്വലായിട്ടിരുന്ന എന്താ കുഴപ്പം, ഭക്ഷണം കഴിക്കല്ലേ എന്ന് സുധീഷും. അതല്ല, അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കല്ലേ, നിങ്ങൾക്കാർക്കും അതിൽ ടെൻഷനും വിഷമവും ഒന്നും കാണുന്നേ ഇല്ല എന്ന് നിധി ചോദിക്കുമ്പോൾ, അതിനിത് ആദ്യത്തെ അനുഭവമാണെങ്കിലല്ലേ പേടിയും വിഷമവും ഒക്കെ തോന്നേണ്ടതുള്ളൂ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ, ഷോ ഇവന്മാർ ഇത് കോളമാക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് വെറുതെ ഓരോന്ന് പറയാതെ ചുമ്മാതിരിക്കിടാന്ന് ചിരിയോടെ സുധീഷ് പറയുന്നുണ്ട്. അതേ, അത് അറസ്റ്റ് ഒന്നുമല്ല, ചുമ്മാ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തിങ്ങ് തിരിച്ചയക്കും, നാളെ രാവിലെ ആളിങ്ങെത്തുമെന്ന് സുധീഷ് പറയുമ്പോ, അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് തന്നെയാ അറസ്റ്റ് എന്ന് പറയുന്നേ, അച്ഛൻ പോലീസ് സ്റ്റേഷനിലല്ല ഇരിക്കുന്നേ, അതിനെപ്പറ്റി ഓർക്ക് പോലും ചെയ്യാതെ നിങ്ങളെല്ലാരും ഹാപ്പി ആയിട്ട് കഴിച്ചോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചെന്ന് നിധിയും. അല്ലാതെ പിന്നെ അച്ഛൻ വരുന്നവരെ പട്ടിണി കിടക്കാൻ പറ്റോ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും, സുഭാഷ് അവനെ താക്കീത് ചെയ്തുകൊണ്ട് നികേഷ് എന്ന് വിളിക്കുന്നുണ്ട്. അതെ, അതൊന്നും പ്രശ്നമില്ല, അച്ഛനെ രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടുവരാം, മോള് കഴിക്കെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും, ഏട്ടത്തിക്ക് ഇത് ഫസ്റ്റ് അനുഭവമായോണ്ടാ, ഇവിടെ ഇത് പതിവാ, അച്ഛൻ വല്യച്ഛനെ തല്ലും, വല്യച്ഛൻ കൊണ്ടുപോയി കേസ് കൊടുക്കും, ഇത് യൂഷ്വലാ എന്ന് നികേഷ് പറയുന്ന കേട്ട്, യൂഷ്വലോ എന്ന് അമ്പരപ്പോടെ നിധി ചോദിക്കുന്നുണ്ട്. അതെ, ഈ സ്വത്തിനെ കുറിച്ചുള്ള അടിയാ ഇത് എന്ന് നികേഷ് പറയുമ്പോഴേക്കും, സുധീഷും പരിഭ്രമത്തോടെ, അതെ അതെ, ഈ പഴയ തറവാട്ടുകാരെ പറ്റി കേട്ടിട്ടില്ലേ, എപ്പോഴും എന്തെങ്കിലും സ്വത്ത് തർക്കം, കോടതി കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതാ ഇവൻ ഉദ്ദേശിച്ചെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇതെന്ത് കേസാന്ന് നിധി ചോദിക്കുമ്പോ, നമ്മൾ പുറത്ത് പന്തല് കെട്ടിയില്ലേ, അത് അവരുടെ സ്ഥലമാണെന്നും പറഞ്ഞ് വല്യച്ഛൻ ഇവിടെ വന്നു എന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുധീഷ് ഇടയിൽ ചാടിക്കയറി, അതെ അതെ, അതുതന്നെയാ ഞാനും പറഞ്ഞതേ, അതായത് അച്ചാച്ചൻ കുറെ സ്വത്ത് സമ്പാദിച്ചു, പോരാത്തതിന് തലമുറയായി കിട്ടിയത് വേറെയും, പക്ഷേ മരിക്കും മുമ്പ് അത് ശരിയായ രീതിയിൽ ഭാഗം വെച്ച് കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ പിന്നത്തെ തലമുറയിൽപ്പെട്ടവര് അതെന്റേതാണ് ഇതെന്റേതാണ് എന്ന് പറഞ്ഞ് ഭയങ്കര കശപിശ. ദാറ്റ്സ് ഓൾ. ഈ സ്വത്ത് കൂടിപ്പോയാലും പ്രശ്നമാണെന്ന് പറയില്ലേ, അത് തന്നെ. ആക്ച്വലി ഈ വീട് പോലും റിനോവേറ്റ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാ അല്ലേ സുഭാഷ് ഏട്ടാ പറഞ്ഞ് സുഭാഷ് ചിരിയോടെ നോക്കുമ്പോഴേക്കും സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കണുണ്ട്. അല്ലേടാന്ന് സുധീഷ് നികേഷിനോടായി ചോദിക്കുന്നുണ്ട്. അതേന്ന് നികേഷ് പറയുമ്പോഴേക്കും നിധിയും എല്ലാവരും കഴിക്കുന്നത് ടെൻഷനോടെ നോക്കി ഇരിപ്പുണ്ട്. പിന്നീട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നിധി ഉമ്മറത്തെ പടിക്കെട്ടിൽ വന്നിരിക്കുമ്പോഴേക്കും സുഭാഷും സുധീഷും കൂടി അങ്ങോട്ടെത്തുന്നുണ്ട്. സുഭാഷ് അവളോടായി, മോൾക്ക് ഹോസ്റ്റലൊന്നും റെഡി ആയില്ലെന്ന് ഇവൻ പറഞ്ഞു, അതോർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് ശരിയാവും എന്ന് സുഭാഷ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ആധാറും സർട്ടിഫിക്കറ്റും എല്ലാം ഞാൻ എടുത്തു വെച്ചതാ, പക്ഷേ അതെല്ലാം എങ്ങനെയോ മിസ്സായി, കാശ് കൊടുത്ത അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചു, അതും അബദ്ധമായി, ആ ഫോൺ കളഞ്ഞു പോയോണ്ട് അത് ഇന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ, ഒരുപാട് സ്ഥലത്ത് ഞാനും നോക്കി, പക്ഷേ കിട്ടിയില്ല, എന്റെ ഫോണിൽ ഉണ്ടായിരുന്നതാ, അതെങ്ങനെയോ ഡിലീറ്റ് ആയി പോവുകയും ചെയ്തു, കാണാനില്ലെന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴാണ് നിധി സുഭാഷിനോട് ചോദിക്കുന്നത്, സുഭാഷ് ഏട്ടൻ എനിക്കൊരു സഹായം ചെയ്യുമെന്ന് പറ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ഒരു മുറിയായാലും മതി, എനിക്ക് എവിടെയെങ്കിലും ഒരു റൂം വാടകയ്ക്ക് എടുത്തു തരുമോ എന്ന് നിധി ചോദിക്കുന്നത് കേൾക്കെ വീണ്ടും തുടങ്ങിയോ, ഇതിനെങ്ങനെ പാറ പണിയും ഭഗവാനെ
എന്ന് സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അത്ര തിരക്ക് പിടിച്ച് നോക്കണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ വേണം, ഒരു മുറി ആയാലും മതി എന്ന് നിധി പറയുമ്പോ ശരി ഞാൻ നോക്കട്ടെ. ബാച്ചിലേഴ്സ് ആയ ആമ്പിള്ളേരാണെങ്കിൽ കൂടി പിന്നെയും റൂം കിട്ടും. ഇതിപ്പോ ഒറ്റയ്ക്കൊരു പെൺകുട്ടിയായിരിക്കുമ്പോ സേഫ് ആയിരിക്കണ്ടേ, നമുക്ക് പരിചയമുള്ള സ്ഥലവുമായിരിക്കണം. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് സുഭാഷ് പറയുമ്പോ എന്തായാലും വേഗം വേണം എന്ന് നിധിയും പറയുന്നുണ്ട്. സുഭാഷ് സുധീഷിനെ നോക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ എന്ന് സങ്കടത്തോടെ സുധീഷും വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷ് ചോദിക്കുന്നത്, കുട്ടി ഒരു സ്ഥലം കിട്ടുന്നതുവരെ ഇവിടെ താമസിക്കാമല്ലോ അല്ലേ എന്ന്. അത് കേൾക്കെ സുധീഷും പ്രതീക്ഷയോടെ നോക്കുമ്പോഴേക്കും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, സ്വന്തം വീട് പോലെ താമസിക്കാം എന്ന് സുഭാഷ് പറയുമ്പോ എന്നാലും വേഗം വേണം ചേട്ടാ, അല്ലാതെ ശരിയാവില്ലെന്ന് നിധിയും. അത് ഞാൻ നോക്കിക്കോളാം, മോള് ഇപ്പൊ ചെന്ന് കിടക്ക് ചെല്ല് എന്ന് പറഞ്ഞ് സുഭാഷ് അവളെ പറഞ്ഞു വിടുമ്പോഴേക്കും സുധീഷ് ചിരിയോടെ കണ്ടില്ലേ, അവസാനം ഞാൻ പറഞ്ഞിടത്ത് തന്നെ കാര്യങ്ങൾ വന്ന് നിൽക്കുക. അവൾ എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിയും, ചേട്ടൻ നോക്കിക്കോ. പിന്നെ നാളെ തന്നെ സുഭാഷ് ഏട്ടൻ റൂമും റെഡിയാക്കി ഇങ്ങോട്ട് വരാതിരുന്നാ മതി, പിന്നെ കുഴപ്പമില്ല എന്ന് സുധീഷ് പറയുമ്പോ ആ കുട്ടി ചോദിച്ചാലോ എന്ന് സുഭാഷും. അതൊക്കെ എന്തേലും പറയാന്നേ, പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടം ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണ്ടേ. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായാലല്ലേ അവൾക്ക് ഇവിടെ തന്നെ കഴിയണമെന്ന് തോന്നൂ. അവള് തന്നെ എന്റെ അടുത്തൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ശരിക്കും ഒരു കാര്യം ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. ഏതോ വലിയ ആള് പറഞ്ഞതാത്രേ. ഇന്ന് ഹോസ്റ്റൽ കിട്ടാതായപ്പോഴാ എനിക്കത് മനസ്സിലായത് എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുമ്പോഴേക്കും അല്ലാതെ നീ മനഃപൂർവ്വം കിട്ടാതാക്കിയതല്ല അല്ലേ എന്ന് സുഭാഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ചേട്ടാ എന്ന് സുധീഷ് വിളിക്കുമ്പോഴേക്കും എടാ ഇതുവരെ ചെയ്ത ഫ്രോഡ് പണിയൊക്കെ പോരേടാ, ആ കുട്ടിയെ ഇനിയും കഷ്ടപ്പെടുത്തണോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അയ്യോ ആരാ ചേട്ടാ കഷ്ടപ്പെടുത്തുന്നേ, ഇത് ലവ്, പ്യുവർ ലവ്, കാതൽ, ഇഷ്ക്, മുഹബത്ത്, പ്യാർ. അധികം വൈകാതെ അവൾക്കും എന്നോട് ഇഷ്ടം തോന്നും. ഇവിടെ നിന്ന് പോണമെന്ന് പറഞ്ഞ അവള് തന്നെ ഇനി എനിക്ക് ഈ വീട് മതി എന്ന് പറയും. അത് ഞാൻ പറയിപ്പിക്കും എന്റെ സുഭാഷ് ഏട്ടാ. ഓട്ടെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുധീഷും സന്തോഷത്തോടെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോഴാണ് നിധി റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സുഭാഷ് ഏട്ടാന്ന് നീട്ടി വിളിക്കുന്നത്. എന്താ മോളെ എന്ന് ചോദിച്ച് സുഭാഷ് വരുമ്പോഴേക്കും അതെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ച് സുധീഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. അവൾ ഡോർ ചൂണ്ടിക്കാണിച്ചോണ്ട് ഈ ഡോറിന് ലോക്കില്ലെന്ന് പറയുന്നുണ്ട്. അയ്യോ അത് ഞാൻ മറന്നെന്ന് സുഭാഷ് പറയുമ്പോ അത് കുഴപ്പമില്ല, ഞാൻ നാളെ കാർപ്പന്ററിനോട് വരാൻ പറയാമെന്ന് സുധീഷും. ഒരു മിനിറ്റ് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ലോക്കില്ലെന്ന് കരുതി ഞാൻ ഏതായാലും അതിക്രമിച്ച് ഈ മുറിയിലോട്ട് കയറില്ല. അതുറപ്പ്, നിന്റെ മനസ്സിന്റെ വാതിലിന് മാത്രം ലോക്ക് ഇടാതിരുന്നാ മതി എന്നൊക്കെ ചിന്തിച്ചോണ്ട് അയ്യേ തനി പൈങ്കിളിയായോ ഛേ എന്ന് പറഞ്ഞ് പ്രേമമിത്തിരി പൈങ്കിളിയൊക്കെ തന്നെയാ, നിന്റെ മനസ്സിന്റെ വാതിൽ തുറക്കൂ പ്രിയേ എന്ന് നിധിയെ നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ പറയുന്നുണ്ട്. അവന്റെ പ്രണയത്തോടെയുള്ള നോട്ടവും നിൽപ്പും കണ്ട് ദേഷ്യത്തോടെ എന്താന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്നുമില്ല സുഭാഷ് ഏട്ടൻ ഇപ്പോൾ റെഡിയാക്കി തരും എന്നവൻ പറയുമ്പോഴേക്കും സുഭാഷ് ടൂൾസുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. സുഭാഷ് അത് റെഡിയാക്കി കൊടുത്ത് ഇപ്പൊ നോക്കിയെന്ന് നിധിയോട് പറയുമ്പോഴേക്കും നിധി റെഡിയായോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചിരിയോടെ ഓക്കെ ആണെന്ന് നിധിയും. മോള് കിടന്നോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുഭാഷ് പോകുമ്പോഴേക്കും സുധീഷും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. നിധിയും ഡോർ ലോക്ക് ചെയ്ത് സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും ഉറങ്ങാനായി പോകുന്നുണ്ടേ. അവിടെ ഡൈനിങ് ഹാളിൽ നികേഷും സുധീഷും എല്ലാം പാ വിരിച്ച് കിടക്കുമ്പോഴേക്കും സുഭാഷും പായിൽ തന്നെ ഇരിപ്പുണ്ട്. സുധീഷ് അങ്ങോട്ട് വന്ന് ഡാ നികേഷേ അങ്ങോട്ട് മാറിക്കിടന്നേ എന്ന് പറയുമ്പോഴേക്കും സുധീഷിട്ടൻ എന്താ ദിവസവും ഇവിടെ വന്ന് കിടക്കുന്നത്, പോയി ആ മുറി കിടക്ക്, എനിക്ക് കൈയും കാലും ഒക്കെ നിവർത്തി കിടക്കണമെന്ന് പറഞ്ഞ് നികേഷ് മലർന്ന് കിടക്കുമ്പോഴേക്കും നികേഷേ ഇങ്ങോട്ട് നീങ്ങി കിടക്കടാന്ന് സുഭാഷും. നികേഷ് എഴുന്നേറ്റിരുന്നുണ്ട് സുഭാഷ് ഏട്ടാ സത്യം പറ, ഇവര് രണ്ടാളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നവൻ ചോദിക്കുമ്പോഴേക്കും ഹരീഷും എണീറ്റുണ്ട്. അതെ നികേഷ് ചോദിച്ചത് ശരിയല്ലേ, ഇങ്ങനെ എന്തിനാ എപ്പോഴും ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. സുധീഷും ഒരു കള്ളച്ചിരിയോടെ പായിലേക്ക് ഇരുന്നുണ്ട്. അതെ അതെന്താന്നറിയോ, സുഭാഷ് ഏട്ടന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, അതിനു മുമ്പേ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, ഇനിയിപ്പോ ഞാനൊരു ജീവിതം കൂടി ആരംഭിച്ച അത് മോശമല്ലേടാ, അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഉടായിപ്പ് ഇത് ഉടായിപ്പ് എന്ന് ഹരീഷ് വിളിച്ച് പറയുമ്പോഴേക്കും അയ്യോ സത്യമാടാന്ന് സുധീഷും. ശരിക്കും എന്ന് സംശയത്തോടെ നികേഷ് ചോദിക്കുമ്പോ ശരിക്കും അതെ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുന്നതുവരെ ഞാൻ ആ മുറി കിടക്കില്ലെന്ന് സുഭാഷ് ഏട്ടൻ ഞാൻ സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ല സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് ദേഷ്യത്തോടെ സുഭാഷും പറയുന്നുണ്ട്. ഇത് വിശ്വസിക്കാൻ ഭയങ്കര പാടാണെന്ന് നികേഷ് പറയുമ്പോ എടാ നമുക്ക് ഇയാളെ അറിഞ്ഞൂടെ, ചിരിച്ചോണ്ട് പുളുവടിക്കാൻ ഇയാളെ കഴിഞ്ഞ ആളുള്ളൂ, ഇത് വേറെന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് ഹരീഷും. മതി മതി കിടക്കാൻ നോക്കുന്ന സുഭാഷ് വഴക്ക് പറയുമ്പോഴേക്കും എല്ലാവരും ആ പായിലേക്ക് കിടക്കുന്നുണ്ട്. സുഭാഷും നിധി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തോണ്ട് കിടക്കുക. ഒരു മുറി ആയാലും മതി, എവിടെയും എനിക്ക് വാടകയ്ക്ക് എടുത്തു തരുമോ എന്ന് നിധി ചോദിച്ചതും ഇവിടെ നിന്ന് പോണോന്ന് പറഞ്ഞ അവള് തന്നെ ഇനി എനിക്ക് ഈ വീട് മതി എന്നങ്ങ് പറയും
എന്ന് സുധീഷ് പറഞ്ഞതുമൊത്ത് സുഭാഷ് ടെൻഷനോടെ കിടക്കുമ്പോൾ സുധീഷ് ചിരിയോടെ ഓരോന്നാലോചിച്ചുകൊണ്ട് കിടപ്പാ. രാവിലെ ആവുമ്പോൾ നിധി എണീറ്റ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഡൈനിങ് ഹാളിൽ കിടക്കുന്നവരുടെ ഇടയിലൂടെ പുറത്തോട്ടിറങ്ങാൻ നോക്കുമ്പോഴാണ് ഭാസ്കരന്റെ ശബ്ദം കേൾക്കുന്നത്. എന്ത് വിചാരിച്ചങ്ങേരെ ഭാസ്കരനെ കോടതി ജീവപര്യന്തം ജയിലിൽ കൊണ്ടിടുമെന്നോ? ഇനി അവൻ ഒരിക്കലും ഇവിടെ വന്ന 5-ന്റെ അന്ന് അവന്റെ സഞ്ചയനമാ ഭാസ്കരനോടാ കളി എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കെ നിധി അവരെ ചാടിക്കടന്ന് ഉമ്മറത്തേക്ക് എത്തുന്നുണ്ട്. ഇവിടെ മുറ്റത്ത് സൈക്കിളും റെഡിയാക്കിക്കൊണ്ട് ഭാസ്കരൻ വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്, ഇനി ഇവിടെയുള്ള ആരെങ്കിലും അവനെ വെല്ലച്ചന്ന് വിളിച്ച് സംസാരിക്കുന്നത് കണ്ടാ അവന് നിങ്ങളെ പറ്റി സ്വന്തം എന്നുള്ളൊരു വിചാരമില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാടാ അവനെ പറ്റി അങ്ങനെയൊക്കെ വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ോടാ ഞാൻ ഈ പറയുന്നേ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും സുഭാഷും ഉമ്മറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നീ അവനെ ആ ചായക്കടയിലോട്ട് വരട്ടെ, ചൂടുവെള്ളം എടുത്ത് മോന്തയ്ക്ക് ഒഴിക്കുന്നുണ്ട് ഞാൻ എന്ന് ഭാസ്കരൻ പറയുന്ന കേൾക്കെ നിധി അമ്പരപ്പോടെ സുഭാഷിനെ നോക്കുമ്പോഴേക്കും അതൊന്നും കാര്യമാക്കണ്ടെന്ന് സുഭാഷൻ പറയുന്നുണ്ട്. ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നത് ഭാസ്കരന് വലിയ കാര്യമൊന്നുമല്ല. പകരെ നിന്നെ ഞാൻ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റും എന്ന് ഭാസ്കരൻ വിളിച്ചു പറയുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്ന നികേഷും പായൽ എഴുന്നേറ്റിരുന്നുണ്ട്. ഇങ്ങനെയാണ് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടത് വെച്ചാ അവിടെ തന്നെ കിടത്തായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കേൾക്കെ നിധി അത് ശ്രദ്ധിക്കുന്നത് കണ്ട്, നികേഷേ അത് നമ്മുടെ അച്ഛനാണെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അച്ഛനാ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി എന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും അവിടെ തന്നെ മൂടി പുതച്ച് കിടക്കുന്നുണ്ട്. സുഭാഷ് അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും വരുന്നുണ്ടടാ ബാക്കി ഞാൻ നേരിട്ട് അവിടെ വന്നിട്ട് എന്ന് പറഞ്ഞ് ഭാസ്കരനും സൈക്കിളും എടുത്തോണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അത് നോക്കി ചിരിയോടെ നിധിയും അടുക്കളയിലേക്ക് ചെന്ന് സുഭാഷിനോടായി അച്ഛനെ രാവിലെ തന്നെ വിട്ടുവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന സുഭാഷും ഇന്നലെ തന്നെ വിടേണ്ടതായിരുന്നു, പക്ഷേ വായിലെ നാക്കല്ലേ, പോലീസുകാരോട് എന്തെങ്കിലും അനാവശ്യമായി പറഞ്ഞിട്ടുണ്ടാവും, ഒരു ദിവസം അവിടെ ഇരുന്നിട്ട് പോയാൽ മതിയെന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോ കേസൊന്നുമില്ല അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ഏയ് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നമല്ലേ, കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും അല്ലല്ലോ, അതാ വിട്ടതെന്ന് സുഭാഷും. ഞങ്ങളെക്കാൾ കൂടുതൽ നിധി പേടിച്ചുവല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ പെട്ടെന്ന് പോലീസ് വീട്ടിൽ കയറി ഒരാളെ പിടിച്ചോണ്ട് പോകുമ്പോ അതാ എന്ന് നിധിയും. അത് ഇയാൾക്ക് ശീലമില്ലാത്തോണ്ടാ, ഞങ്ങൾക്കതൊക്കെ പഴകിപ്പോയി. അതേ ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ എടുക്കല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് നിധിയും. അപ്പോൾ വരുമ്പോഴേക്ക് ഞാൻ റെഡിയാക്കി വെക്കാമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും അവിടുന്ന് പോകുന്നുണ്ട്. അവൾ ടവലും എടുത്ത് ഒരു മൊന്തയിൽ വെള്ളവുമായി നടന്നു പോകുമ്പോഴേക്കും തിരിഞ്ഞു കിടന്ന സുധീഷിന്റെ കാൽ തട്ടി ആ വെള്ളം മുഴുവനും ഹരീഷിന്റെ മുഖത്തോട്ടായി വീഴുന്നുണ്ട്. ആരടാ ഈ തെണ്ടിത്തരം കാണിച്ചേ, ആരടാ എന്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചേ, ചോദിച്ചേ കേട്ടില്ലേ, ഏതവനാടാ വെള്ളം ഒഴിച്ചേ, കിടന്നുറങ്ങുന്നവനെയാണോടാ വെള്ളം ഒഴിക്കുന്നേ, ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്നൊക്കെ പായൽ എഴുന്നേറ്റിരുന്ന് കണ്ണടച്ച് ഹരീഷ് ഉറക്കെ തെറി വിളിക്കുമ്പോഴേക്കും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. അതെല്ലാം കേട്ട് നിധി സങ്കടത്തോടെ കരയുമ്പോഴേക്കും ഹരീഷ് എന്ന് സുഭാഷ് ഉറക്കെ വിളിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.